മോളെ, ഇനിയും വൈകണോ? ഇറങ്ങിയാലോ? ഓ അമ്മാമേ, ഇറങ്ങാം. അല്ല, ഉണ്ണിക്കുട്ടൻ എവിടെ? ഇറങ്ങായി അമ്മാമേ. അമ്മാമ്മ നടന്നോളൂ, ഞങ്ങൾ എത്തിയേക്കാം. എങ്കിൽ ഞാൻ ചെന്ന് കാറിലിരിക്കാം. ഇനി ബാഗ് എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഇല്ല അമ്മാമേ, ഇനി ഒന്നുമില്ല. അമ്മാമ്മ ചെന്നോളൂ. ഉം. അമ്മാമേ, ആ, എന്താ ഉണ്ണിക്കുട്ട, ഇറങ്ങാറായില്ലേ? അല്ല, എന്താ കുട്ടൻ്റെ കയ്യില്? അമ്മാമേ, ഇത് ഇത് കുറച്ച് പണം. എത്ര ഉണ്ടാവും എനിക്കറിയില്ല. കാണിക്കയിലും മറ്റും ഇടാൻ ഇച്ചു തന്ന പൈസയാ. ഞാൻ ഇവിടെ ഇടാണ്ട് എന്റെ ഓപ്പറേഷന് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാ. ആശുപത്രിയിലെ പൈസ തേക്കില്ലെങ്കിൽ ഇതെടുക്കാലോ. അതൊന്നും വേണ്ട ഉണ്ണിക്കുട്ട, അത്യാവശ്യത്തിനുള്ളതൊക്കെ അമ്മാമ്മയുടെ ഇച്ചയുടെയും കയ്യിലുണ്ടല്ലോ. ഇത് കുട്ടൻ തന്നെ വെച്ചു. തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും കാണിക്കയിലിട്ടാൽ മതിയല്ലോ. വേണ്ട അമ്മാമേ, ഇത് ഞാൻ കാണിക്കലൊന്നും ഇടില്ല. എന്റെ ഇച്ച ഒരുപാട് എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. എനിക്കിച്ച് ഒന്ന് സഹായിക്കാൻ പോലും പറ്റുന്നില്ല. ഇച്ച തന്നെ കഷ്ടപ്പെടുമ്പോ ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അതുകൊണ്ടാ ഇച്ച അറിഞ്ഞ സമ്മതിക്കില്ല എന്നറിയാം. അമ്മാമ്മ അമ്മാമ്മ ഇക്കാര്യം പറയണ്ട കേട്ടോ. പൈസ ഇനി തികയില്ല അച്ഛാ, ഇതെടുത്താ പോരെ. ഉണ്ണിക്കുട്ട, അത് മോനെ. സാരില്ല അമ്മാമ്മേ, അമ്മാമ്മ ഇത് വെച്ചോളൂ. പൈസ തികയാണ്ട് വന്ന ഇതെടുത്താ മതി. ഇച്ച അറിയരുത്. ഉം, എങ്കിൽ അമ്മാമ്മേ, ഞാൻ കാറിൽ പോയിരിക്കാട്ടോ. ഉം. മോൻ ചെല്ല്. മോളെ, എൻ്റെ കുട്ടൻ ഒരുപാട് വളർന്നു ഇല്ലേ അമ്മാമ്മേ? ഇച്ചയുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കാൻ അവന് പ്രായമായി ഇല്ലേ? ഒന്നും അറിയണ്ട ഞാൻ ഇതുവരെ, പക്ഷേ അവൻ എന്നെ മനസ്സിലാക്കണുണ്ട്. മോളെ, അവൻ വെറുതെ അങ്ങനെ പറഞ്ഞതായിരിക്കും. ദാ, ഇതിലിപ്പോൾ തന്നെ എന്തിരുന്നിട്ടാ? അധികം ഒന്നും കാണില്ല. അല്ല അമ്മാമ്മേ, ഇതിലൊരുപാടുണ്ട്. വെറും വെള്ളി നാണയങ്ങൾ മാത്രമല്ല ഇതിൽ. എൻ്റെ കുട്ടൻ്റെ സ്നേഹ അതെന്നെ തിട്ടപ്പെടുത്താൻ പറ്റില്ല അമ്മാമ്മേ. ഈ ജന്മം മുഴുവനും എനിക്ക് എൻ്റെ കുട്ടനെ വേണം തോന്നുക. ഈശ്വരനെ മനസ്സിലുണ്ടായി തിരിച്ച് തരില്ല അവനെ എനിക്ക്. ഞാൻ വളർത്തിക്കോളാം, ഒരു ബുദ്ധിമുട്ടും അറിയിക്കാണ്ട്. എന്താ മോളെ ഇത്? നീയും കൂടി ഇങ്ങനെ തുടങ്ങാതെ. അവൻ്റെ അസുഖം മാറാനല്ലേ നമ്മളിപ്പോൾ പോണത് തന്നെ. എല്ലാം വേഗം ശരിയാവും. മോളെ വിഷമിക്കേണ്ട. ഈശ്വരന്മാർ നമ്മുടെ പ്രാർത്ഥന കേൾക്കാണ്ടിരിക്കില്ല. ആയില്യം നക്ഷത്രം. വളരെ ശ്രദ്ധയുണ്ടാവണം. അപകടങ്ങൾ ഉണ്ടായെന്ന് വരാം. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം ഒരു മോക്ഷം ഉണ്ടാവും. ശാരീരികമായൊരു ബുദ്ധിമുട്ടുകളും ഈ ജാതകപ്രകാരമുള്ള വ്യക്തിക്ക് ഉണ്ടാവില്ല. പക്ഷേ അത് മാനസികമായിട്ടാണ് കാണുന്നത്. ആയുസിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പും തരാൻ പറ്റില്ല. എല്ലാ ഈശ്വരൻ്റെ കയ്യിൽ. മോളെ, എന്താ? ഏയ്, ഒന്നുമില്ല മാമേ. ഇളമ്പടിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പോണ മുന്നേ അവിടം വരുമെന്ന് ചെല്ലാൻ പറഞ്ഞു ഇന്ദിരാമ്മ. എന്താ മോളെ, മോൾ കയറില്ലേ? പോവാം മാമേ. എങ്കിൽ ഇറങ്ങാം, വൈകണ്ട. തോപ്പിലെ നാളികേരത്തിൻ്റെ കണക്ക് ശങ്കരനെ ഏൽപ്പിച്ചില്ലേ കമലം? വൈകുന്നേരം പോണ മുന്നേ ഇവിടം വരെ ഒന്ന് ഇറങ്ങാൻ പറയട്ടോ. ഓ, പറയാം ഇന്ദിരാമേ. എങ്കിൽ കുട്ടികൾക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചോളൂ, അവരിറങ്ങാറായില്ലേ? ശരി ഇന്ദിരാമേ. ഇതിപ്പോ ആരാ? ആ, ജാനിമോളെ, പോവാറായ കുട്ടിയെ? പോണ വഴിയാ മുത്തശ്ശി. അല്ല, എവിടെയാള്? അമ്മാമ്മയുടെ ഒപ്പം കാറിലുണ്ട്. എവിടേക്ക് വരാൻ ഞാൻ സമ്മതിച്ചില്ല. ഒട്ടും ശ്രദ്ധ ഉണ്ടാവില്ല, അതിലാ കാറിലിരുത്തിയത്. ആ, അത് നന്നായി. അധികം ഒന്നും നടത്തണ്ട. ടൗണിലുള്ള സിറ്റി ഹോസ്പിറ്റലിലല്ലേ? അവിടെ ദേവനുണ്ട്. ഡൽഹിയിൽ നിന്ന് നേരെ അവിടേക്ക് പോന്നത്രേ. ഒന്നും പേടിക്കണ്ട, എല്ലാം ദേവൻ നോക്കിക്കോളും. മുത്തശ്ശി, ഞാൻ ഇറങ്ങായി. അല്ല, ജാനിയോ? നിങ്ങൾ പോവാറായോ? എവിടെ ഉണ്ണിക്കുട്ടൻ? കുട്ടൻ കാറിലുണ്ട്. അല്ല മഹി, കഴിക്കണില്ലേ? ഇല്ല മുത്തശ്ശി, കഴിക്കാൻ നേരില്ല. പിന്നെ ഹരി ഇന്ന് വരണില്ല. പിന്നെ ഞാനും നിർബന്ധിക്കാൻ നോക്കിയില്ല. എന്തോ തലവേദനയാണെന്നോ മറ്റോ. അയ്യോ, തലവേദനയോ? എന്താ ഇപ്പൊ പെട്ടെന്ന്? അറിയില്ല മുത്തശ്ശി. പിന്നെ ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഏട്ടാ, എനിക്ക് ഹരിയേട്ടനെ
ഹരിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഹരി കിടക്കുക കുട്ടി, ഇതുവരെ എണീറ്റില്ല. ആരെയും കാണാൻ കൂട്ടാക്കണില്ല. പിന്നെ ഞാനും ഒട്ടും നിർബന്ധിച്ചില്ല. മോൾക്ക് കാണണമെങ്കിൽ പോയി കണ്ടോളൂ, ഞാൻ വിളിക്കാം. വേണ്ടേട്ടാ, കിടന്നോട്ടെ. ഞാനെങ്കിൽ ഇറങ്ങാം. മുത്തശ്ശി പോയിട്ട് വരാം. എങ്കിൽ അങ്ങനെ ആവട്ടെ കുട്ടി. മഹേട്ടാ, പോയിട്ട് വരാം. ശരി മോളെ. എന്താ മഹി, ആ പാവം കുട്ടിയോട് എന്തിനാ അങ്ങനെ പറയണേ? ആ കുട്ടിക്ക് വിഷമായി കാണില്ലേ? എന്തിനാ ഹരിക്ക് വയ്യാന്ന് കള്ളം പറഞ്ഞേ? ഇപ്പോൾ ഇത് ആവശ്യമാണ് മുത്തശ്ശി. ഞാൻ തന്നെയാണ് മുത്തശ്ശി ഹരിയോട് ലീവ് എടുക്കാൻ പറഞ്ഞത്. എൻ്റെ ഒപ്പം വരാൻ ഇറങ്ങിയതാ, പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. മുത്തശ്ശി, ഞാനെങ്കിൽ ഇറങ്ങട്ടെ. അവനെ ഒന്ന് ശ്രദ്ധിക്കണേ. പോയിട്ട് അമ്മാനെ. വാ എൻ്റെ ഒപ്പം. ഏട്ടാ, ഏട്ടാ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന്. എന്താ മോനെ കാട്ടണേ? മഹി, എന്താ ഇത്? മുത്തശ്ശി കിടന്നോളൂ. ഹരി, എൻ്റെ ഒപ്പം വാ. എന്താ ചന്ദ്ര, എന്താ എൻ്റെ കുട്ടികൾ പെട്ടെന്നിങ്ങനെ? എന്താ അവിടെ ഉണ്ടായത്? അതെന്തിനമ്മേ? പറ, ഇനിയെങ്കിലും ഒന്ന് പറ. എന്താ നിൻ്റെ മനസ്സിൽ? ഞാനൊന്നും അറിയണില്ല എന്ന് നീ കരുതണ്ട. ഏട്ടാ പറ ഹരി, ഇഷ്ടമാണോ നിനക്ക് ജാനിയെ? ഒരു മുഖവരെ ഇല്ലാണ്ടാ ഞാൻ ചോദിക്കണേ. എന്തിനാ പലതും എന്നിൽ നിന്ന് ഒളിക്കണത്? എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറ ഹരി. നിനക്കിഷ്ടമാണോ ജാനിയെ? അതെ, എനിക്കിഷ്ടമാണ് ജാനിയെ. ഏട്ടൻ്റെ ചോദ്യം എനിക്ക് മനസ്സിലായി. ഇത്രയും കാലം ഞാൻ എല്ലാവർക്കും മുമ്പിൽ എന്തിനു വേണ്ടി അഭിനയിച്ചതെന്നല്ലേ? എൻ്റെ ഇഷ്ടം ആരും അറിയാതെ ഇരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കുട്ടിക്കാലത്തുണ്ടായിരുന്ന സൗഹൃദം പതിയെ പതിയെ അത് പ്രണയമായപ്പോൾ അത് തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകി. എല്ലാം തുറന്നു പറയാൻ ഭാവിച്ചപ്പോൾ അയാൾ ഒഴിഞ്ഞു മാറി. എൻ്റെ ഇഷ്ടം അയാൾ പോലും അറിയാതെ ഞാൻ സ്വയം മറച്ചു വെച്ചു. ആർക്കും ഒരു സംശയം പോലും തോന്നാണ്ട് ഉള്ളിൽ കൊണ്ടു നടന്നു. ഭയമായിരുന്നു ഏട്ടാ. എല്ലാം തുറന്നു പറഞ്ഞാലും അംഗീകരിച്ചില്ലെങ്കിൽ ഒരിക്കൽ കൂടി നഷ്ടമാകുമെന്നുള്ള ഭയമായിരുന്നു എനിക്ക്. അതൊരു പക്ഷേ എനിക്ക് താങ്ങാൻ പറ്റില്ല. പലപ്പോഴും ഞാൻ അറിയാണ്ട് സ്നേഹിച്ചു പോവുക. വേണമെന്ന് തോന്നുക. ഒരുപാട് ഇഷ്ടം എനിക്ക്. ഏട്ടൻ ചോദിച്ചപ്പോൾ ഒന്നും പറയാണ്ടിരുന്നത് നടന്നതൊക്കെ സത്യമല്ലാഞ്ഞിട്ടാ. എന്നെ ന്യായീകരിക്കാൻ ആർക്കാ കഴിയേട്ടാ? പക്ഷേ ഒരു നോട്ടം കൊണ്ട് പോലും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവിടെ മോശമൊന്നും നടന്നിട്ടില്ല. അന്ന് അച്ഛൻ്റെ ഒപ്പം ഇവിടെ നിന്നിറങ്ങുമ്പോൾ പോവല്ലേ ഹരി എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് നിന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആ ജാനിയെ, ആ പഴയ ജാനിയെ ഞാൻ ഇന്ന് കണ്ടു ഏട്ടാ. എനിക്ക് വേണ്ടി കരയുന്ന, എന്നോട് സംസാരിക്കുന്ന, എന്നോട് ചിരിക്കുന്ന ആ പഴയ ജാനിയെ ഇന്ന് എൻ്റെ മുമ്പിൽ കണ്ണു നിറച്ചപ്പോൾ സഹിക്കാൻ പറ്റില്ല. അതിലൊരു തെറ്റായ ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല ഏട്ടാ. ഇനി ഒരിക്കലും ഉണ്ടാകുകയില്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ചെക്കപ്പുകളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇന്ന് തന്നെ പോവാം. ഓപ്പറേഷൻ്റെ ഡേറ്റ് ഇനി ഞങ്ങൾ അറിയിക്കാം. ഒരു ഡോണറിനെ കിട്ടും വരെ ഇപ്പോൾ ഉള്ളതുപോലെ പോവട്ടെ. അമ്പാടി പൂർണ്ണമായിട്ട് റിക്കവറാവും. ഒന്നും കൊണ്ടും പേടിക്കണ്ട. പിന്നെ മെഡിസിൻസൊക്കെ ഫോളോ ചെയ്യുക. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. പിന്നെ ആൾക്കിനി ഫുഡിൻ്റെ കാര്യത്തിലൊരു കൺട്രോളും വേണ്ട കേട്ടോ. ശരി ഡോക്ടർ. ഡോക്ടർ, ഓപ്പറേഷൻ ഇപ്പോൾ കാര്യമായിട്ടൊരു കുഴപ്പമില്ല. ആളുടെ ഹെൽത്ത് ഇപ്പോൾ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു ഓപ്പറേഷൻ അത് സാധ്യമല്ല. ആൾ കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ആവട്ടെ. എന്നിട്ട് ഓപ്പറേഷൻ്റെ കാര്യം തീരുമാനിക്കാം. ശരി ഡോക്ടർ. ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായും നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതുവരെ ശ്രദ്ധിച്ചതുപോലെ തന്നെ മുമ്പോട്ട് പോവുക. ശരി ഡോക്ടർ. എങ്കിൽ ശരി, നിങ്ങൾ കയറി കണ്ടോളൂ. സമാധാനമായില്ലേ കുട്ടിയെ? ഈശ്വരൻ കരുണയുള്ളവനാ. നമ്മുടെ ഉണ്ണിക്കുട്ടനെ നമുക്ക് തിരിച്ചു തന്നില്ലേ?
മോളെ ജാനി. ദേവേട്ടൻ. നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. കനകമയൂരം നീയാണെങ്കിൽ മേഘ കനവായി പൊഴിയും ഞാൻ. നീയൊരു പുഴയായി തഴുകുമ്പോൾ ഞാൻ പ്രണയം വിടരും കരയാകും. ഇതാര്? ദേവൻ കുഞ്ഞോ? എപ്പോൾ എത്തി മോനെ? മോൻ ഇവിടെ ഉണ്ടായിരുന്നോ? അതെ അമ്മാമ്മേ, 1-2 ദിവസമായി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് നാൾ ഡൽഹിയിലായിരുന്നു. ഇന്നു മുതൽ ലീവാ. നാട്ടിലേക്ക് വരാനായി ഞാൻ റൂമിൽ പോയിരിക്കുകയായിരുന്നു. 1-2 സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു. ഇന്നലെ ഇന്ദിരമുത്തശ്ശി വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ ഇന്നിവിടെ വരുമെന്ന്. അല്ല, ഉണ്ണിക്കുട്ടനിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല മോനെ, ആളിപ്പോൾ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ ഇഷ്യൂ ഇവിടെയുള്ള ഡോക്ടേഴ്സ് ഒരു വലിയ കാര്യമായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പേടിക്കണ്ട. ആ, ഈശ്വരനെല്ലാം ഭേദമാക്കി തന്നാൽ മതിയായിരുന്നു. എന്താ ജാനിമോളെ ഒരു മിണ്ടാട്ടില്ലാത്തത്? എന്നോട് പിണക്കാണോ? അതെ, പിണക്കം തന്നെയാ. ഏട്ടൻ എവിടെയായിരുന്നു ഇത്ര നാള്? ഒന്ന് വിളിച്ചന്വേഷിക്കാൻ പോലും ഇത്രമാത്രം തിരക്കാ ഏട്ടന്. ഏട്ടൻ പറഞ്ഞില്ലേ മോളെ, നല്ല തിരക്കായിരുന്നു. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഡൽഹിയിൽ നിന്ന് പോന്നിട്ട്. ഏട്ടൻ ഒന്നും സമയമില്ലായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് നാൾ ലീവ് എടുത്ത് നാട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചേ. എന്നിട്ടും എൻ്റെ ജാനിക്കുട്ടിയുടെ പിണക്കം മാറിയിട്ടില്ല? ഇല്ല, മാറിയിട്ടില്ല. ഇനി മാറിയില്ല. അങ്ങനെ പറയില്ല ജാനിക്കുട്ടി. ഈ കുറുമ്പ് എന്നോട് മിണ്ടില്ലച്ചാ പിന്നെ ആരുണ്ട് ഏട്ടൻ്റെ അടുത്ത് കുറുമ്പ് കാട്ടാൻ? കാവേരി ഉണ്ടല്ലോ. ഞാനില്ലെങ്കിൽ എന്താ, ഏട്ടന് കാവേരി ഉണ്ടല്ലോ. ഓ, അപ്പം അതാണ് കാര്യം. എടി കുശുമ്പി, ഞാൻ പോവാൻ നേരത്ത് നിന്നോട് യാത്ര പറയാതെ കാവേരി മോളോട് യാത്ര പറഞ്ഞതാണോ ഇതിൻ്റെ പിന്നിലെ ദേഷ്യം? കൊള്ളാട്ടോ കുശുമ്പി പാറു. മോൻ യാത്ര പറയാണ്ട് ഡൽഹിയിൽ പോയ ദേഷ്യ കുട്ടിക്ക്. എൻ്റെ ജാനിക്കുട്ടി, ഒരു നിസാര കാര്യത്തിന് എങ്ങനെ പിണങ്ങണേ? അന്ന് മോൾക്ക് ജോലി ഉണ്ടായിരുന്നില്ലേ? ഏട്ടൻ അന്ന് വീട്ടിൽ വന്നതാ. അന്ന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഫോൺ വിളിച്ചാൽ എടുക്കണമില്ലായിരുന്നു. പിന്നെ എങ്ങനെ ഞാൻ പറഞ്ഞിട്ട് പോവാ? അതുകൊണ്ടാണ് കാവേരിയോട് പറഞ്ഞത്. അല്ലാണ്ട് ഏട്ടൻ മനഃപൂർവ്വം എൻ്റെ കുട്ടിയോട് പറയാണ്ട് പോവാ? ഇങ്ങനെ പിണങ്ങല്ലേ ജാനിക്കുട്ടിയെ. ഈ പിണക്കം മാറ്റാനല്ലേ ഏട്ടൻ ലീവ് എടുത്ത് നാട്ടിൽ വരണത്. ഇനി കുറേ നാൾ അവിടെ ഉണ്ടാവും. ഏട്ടൻ കള്ളം പറയാ. 1-2 ദിവസം മാത്രം അവിടെ നിൽക്കൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഏട്ടൻ പോയില്ലേ? ഇല്ല എൻ്റെ കുറുമ്പി, ഏട്ടൻ പോവില്ല. അവിടെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ലീവ് എടുക്കണത് തന്നെ. പിന്നെ എൻ്റെ ജാനിക്കുട്ടിയുടെ പിണക്കവും മാറ്റാൻ. ഒന്ന് ചിരിച്ച് കണ്ടല്ലോ, അത് മതി എനിക്ക്. ഉണ്ണിക്കുട്ടൻ ഇപ്പോൾ തിരക്കണുണ്ടാവും. അവിടേക്ക് പോയാലോ? ശരി. സാർ, എക്സ്ക്യൂസ് മീ. മഹിയേട്ട, ആ, എന്താ കാവേരി? അത് ഇന്ന് നടക്കാനിരുന്ന മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തു. അത് അറിയിക്കാൻ വന്നതാ. പിന്നെ സ്റ്റാഫ്സ് എല്ലാവരും നാളെ ഹാഫ് ഡേ ലീവ് ചോദിക്കുന്നുണ്ട്. നാളെ ഫുൾ ഡേ ലീവാണെന്ന് താൻ എല്ലാവരും ഇൻഫോം ചെയ്യുക. ശരി. മഹിയേട്ട, ആ, അത് ഹരി തറവാട്ടിലുണ്ട്. ഇന്ന് ബാങ്കിലേക്ക് എനിക്കിപ്പോൾ വരാനിരുന്നതാ. ഞാനാ പറഞ്ഞത് വരണ്ടാന്ന്. ജാനി എന്തെങ്കിലും? ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്. ഏട്ടന് തോന്നുന്നുണ്ടോ നാട്ടുകാർ പറയണ പോലെ ജാനിയും ഹരിയും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്? അന്ന് ഏട്ടൻ ചോദിച്ചപ്പോൾ ഹരി മിണ്ടാതിരുന്നപ്പോൾ ഏട്ടന് തോന്നിയിരുന്നോ? എൻ്റെ ഹരിയെ എനിക്കറിയില്ല കാവേരി. അവൻ തെറ്റ് ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയില്ല. പക്ഷെ ഞാനന്ന് എല്ലാവർക്കും മുമ്പിൽ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവിടെ പഴി കേൾക്കേണ്ടത് ജാനിമോളായിരിക്കും. തനിക്കറിയാലോ ആ കുട്ടി എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടെന്ന്. അതിൻ്റെ ഇപ്പം എന്തിനാ ഒരു പേര് ദോഷം? കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ആർക്കും സംശയം തോന്നുന്ന രീതിയിലാണ് അന്ന് അവിടെ എല്ലാവരും അവരെ കണ്ടത്. ആളുകൾ മോശമായി സംസാരിച്ച് തുടങ്ങിയപ്പോൾ അന്ന് ഹരി അവിടെ തർപ്പിച്ച് പറഞ്ഞു അത്രേ ജാനി ഹരിയുടെയാന്ന്. ഒരു നോട്ടം കൊണ്ട് പോലും എൻ്റെ ഹരി തെറ്റ് ചെയ്യില്ല. അങ്ങനെയുള്ള ഹരി തെറ്റ് ചെയ്യോ? എൻ്റെ ഹരി പാവാ.
അന്ന് ഞാനങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ പരിഹാസങ്ങളും കുത്തുവാക്കളും കേട്ട് ആ കുട്ടി തകർന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാനന്ന്. അല്ലാണ്ട് എനിക്ക് അവരിൽ ഒരു വിശ്വാസക്കുറവില്ല. തനിക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. ഒരു വിഷമം ഉണ്ടായിരുന്നു. ഏട്ടൻ ഹരിയെ തല്ലിയപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഇത്രയധികം സ്നേഹിക്കുന്ന ഏട്ടന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേന്ന്. പക്ഷെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു കാരണമില്ലാണ്ട് ഏട്ടൻ ഒന്നും ചെയ്യില്ലാന്ന്. ഇപ്പോൾ സമാധാനമായി. ഏട്ടൻ രക്ഷിച്ചത് എൻ്റെ ജാനുവിനെ കൂടിയല്ലേ. പാവം, ഇനി സഹിക്കാൻ അവൾക്ക് പറ്റില്ല ഏട്ടാ. ഇപ്പോൾ തന്നെ എല്ലാം അധികമാണ്. പക്ഷേ ഹരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഹരിയെ, ഒരു വാക്കുകൊണ്ട് പോലും എൻ്റെ ഹരിയെ ഞാൻ കരയിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ ഹരി എന്നോടെല്ലാം പറഞ്ഞിരുന്നേനെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ ഞാൻ മനഃപൂർവ്വം അങ്ങനെ ഒരു രംഗം അവിടെ സൃഷ്ടിച്ചത്. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ജാനിമോളെ എല്ലാവരും. ഏട്ടൻ ഹരിയോടൊന്ന് മിണ്ടിക്കൂടെ, ഒന്ന് സംസാരിച്ചൂടെ? പറ്റില്ലടോ, ആ മുഖത്ത് നോക്കാൻ എനിക്ക് സാധിക്കണില്ല. ഏട്ടനെ മനസ്സിലാക്കാൻ ആ അനിയനേക്കാൾ ആർക്കാ സാധിക്കുക? ഒരു വാക്ക് മിണ്ടാണ്ട് മുഖം പോലും കൊടുക്കാണ്ട് നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഹരിയായിരിക്കില്ലേ? അതൊരു തരത്തിൽ ഏട്ടൻ കൊടുക്കണ വേദനയല്ലേ? ഞാൻ ഹരിയോട് സംസാരിക്കാം. അവൻ ഈ ഏട്ടനോട് ക്ഷമിക്കുമായിരിക്കും, അല്ലേ കാവേരി? ശിക്ഷിച്ചും സ്നേഹിച്ചും ഈ ആയുസ് മുഴുവൻ ഇങ്ങനെ സ്നേഹം കൊടുക്കുമ്പോൾ അത് കണ്ടില്ലാന്ന് നടിക്കാൻ എങ്ങനെയാ പറ്റുക? ഞാൻ സംസാരിക്കും. എൻ്റെ ഹരിയോട് ഞാൻ സംസാരിക്കും. കാവേരി. ആ, എന്താ ഏട്ടാ? താങ്ക് യു. എൻ്റെ കൃഷ്ണ, രുദ്രൻ, എൻ്റെ ദേവിയെ, ഈ ദുഷ്ടൻ എപ്പോൾ പുറത്തിറങ്ങി? ഇനി എന്ത് പുകലുണ്ടാക്കാനായി വരവ്? എന്താടോ കേശവ, തൻ്റെ മുഖത്തൊരു ഭയം? സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഞാൻ തിരിച്ചു വന്നതിന്? അയ്യോ രാമേട്ട, അത് രുദ്രനാ. അന്നൊരിക്കലും അങ്ങാടിയിൽ വന്ന് മനക്കിലെ കുട്ടിയുടെ മോശമായി പെരുമാറിയില്ലേ, ആ ഭദ്രൻ്റെ മകനാ. ഇവിടെ ഇല്ലായിരുന്നു കുറേ നാൾ. അങ്ങ് തഞ്ചാവൂരിലാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ദുഷ്ടനാ, ഭദ്രനേക്കാളും ദുഷ്ടൻ. അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത തെമ്മാടി. അയ്യോ രാമേട്ട, ഇയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ? സംശയം എന്താ? അച്ഛനും മകനും എപ്പോൾ ഈ നാട്ടിൽ വന്നാലും പ്രശ്നങ്ങളില്ലാത്ത ദിവസങ്ങളില്ല. രുദ്രൻ പണ്ടു മുതലേ ഭദ്രനെ പോലെയാ, ഒരു ദുഷ്ടൻ. ആ കുട്ടിയില്ലേ ജാനകി, ആ കുട്ടിയെ വിവാഹം ചെയ്യണമെന്നാ രുദ്രന്റെ ആവശ്യം. ആ വീടും പുരയിടത്തിലുവാ ഭദ്രന്റെ കണ്ണ്. എല്ലാം ഒന്നും മാറി വന്നതേ ഉള്ളൂ. ദാ ഇപ്പോൾ വീണ്ടും പുതിയ പ്രശ്നങ്ങൾ. ആ കുട്ടികളെ കാത്തോണം എൻ്റെ കൃഷ്ണ. നമ്മൾ തമ്മിൽ ഒരു പഴയ കട ഉണ്ടായിരുന്നില്ലേ? തനിക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. അയ്യോ കേശവേട്ടാ, വേണ്ട സുധാകര, ഇതിൽ ഇടപെടണ്ട. രാമേട്ട കണ്ടില്ലേ ആ സാധുവിനെ, ദുഷ്ടൻ? ഒന്ന് വേണ്ടെന്ന് പറയും രാമേട്ട. വേണ്ട സുധാകര, ജീവനെ കൊതിയുണ്ടെങ്കിൽ ഒന്നിൽ ഇടപെടാണ്ടിരിക്കണതാ നല്ലത്. ഇതൊരു തുടക്കമായി കരുതിയാൽ മതി. തന്നെ കൊന്നിട്ട് അടിയെണ്ണേണ്ട ഗതികേട് എനിക്കും എൻ്റെ അച്ഛനും ഇല്ലടോ. എല്ലാവരും കൂടി സംരക്ഷിക്കാൻ നോക്കുന്ന അവളുണ്ടല്ലോ, മനക്കിലെ ജാനകി ബാലചന്ദ്രൻ. ഈ വരവിൻ്റെ ലക്ഷ്യം തന്നെ അവളാ. ആഗ്രഹിച്ചത് നേടിയെടുത്തിട്ടേ ഉള്ളൂ. അവളെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെ സ്വന്തമാക്കാനും എനിക്കറിയാം.
തടയാനാ ഭാവമെങ്കിൽ അറിയാലോ രുദ്രനെ കൊന്നു കളയും ഞാൻ. പോട്ടേടോ കേശവ. അയ്യോ കേശവേട്ട. കേശവേട്ടാ, വേണ്ട രാമേട്ട, ഒന്ന് പ്രതികരിക്കാൻ പോലും തോന്നിയില്ലല്ലോ ആർക്കും. ആരും സഹായിക്കണ്ട. വാ കേശവേട്ട, ആശുപത്രിയിൽ പോവാം. വേണ്ട സുധാകര, എനിക്കൊരു കുഴപ്പവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ച. അല്ലെങ്കിലും വിധിയെ തടുക്കാൻ ആർക്കാ പറ്റുക? രാമ, എന്നെ ഒന്ന് വീട്ടിലെത്തിച്ചാൽ മതി. അവിടെ വണ്ടി എന്തെങ്കിലും കിടപ്പുണ്ടോ? ആ പോവാൻ രാമേട്ട, വീട്ടിൽ പോവാം. കുറച്ചു നേരം കേശവേട്ടൻ ഇവിടെ ഇരിക്കുക. ആ കേശവേട്ട, എന്തിനാ അയാൾ കേശവേട്ടനെ? ആ അതൊരു വലിയ കഥയാ കുട്ടി. എന്താ കേശവേട്ട? കുട്ടിക്ക് അറിയില്ലേ മനക്കലെ ജാനിമോളെ കുറിച്ച്? കേട്ടിട്ടുണ്ട്. ജാനിമോളുടെ അച്ഛൻ ബാലചന്ദ്രൻ ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളിലെ കണക്ക് മാഷായിരുന്നു. ഞാൻ അവിടെ മലയാളം അധ്യാപകനും. എന്നേക്കാൾ നല്ല ചെറുപ്പമായിരുന്നു ബാലൻ. എൻ്റെ സഹോദരനെ പോലെയായിരുന്നു എനിക്ക് ബാലൻ. ബാലൻ്റെ ഭാര്യ സാവിത്രി എനിക്ക് സഹോദരിയെ പോലെയും. ബാലൻ്റെയും സാവിത്രിയുടെയും മരണത്തെക്കുറിച്ച് സുധാകരൻ അറിയില്ലേ? അറിയാം, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ അവരുടെ മരണശേഷ എല്ലാത്തിൻ്റെയും തുടക്കം. ഇപ്പൊ പോയില്ലേ രുദ്രൻ, അത് ബാലൻ്റെ സഹോദരൻ ഭദ്രൻ്റെ മകനാ. ഭദ്രന് ഏതോ ഒരു സ്ത്രീയിലുണ്ടായ മകനാ രുദ്രൻ. അവരെക്കുറിച്ച് ആർക്കും അറിയില്ല. ചെറുപ്പത്തിലെ നാട് വിട്ടു പോയതാ. പിന്നെ വരണത് ബാലൻ്റെയും സാവിത്രിയുടെയും മരണശേഷ. ഒരു ബുദ്ധിമുട്ടും പരാതി അറിയിക്കാണ്ട് ആ കുട്ടി ഇവിടെ വരെ എത്തി. എല്ലാം നേടിയെടുത്തു. അവസാനം അവകാശം ചോദിച്ചുകൊണ്ട് ഭദ്രനും എത്തി. ആദ്യം നാട്ടുകാരൊക്കെ എതിർത്തിരുന്നു. ഞങ്ങളുടെ എല്ലാ നിർബന്ധപ്രകാരം പരാതി കൊടുത്തു. വീടും പുരയിടത്തിൻ്റെയും പൂർണ്ണാവകാശം ജാനിമോൾക്കായി. അങ്ങനെ കേസ് വിജയിച്ചു. എതിർപ്പുകൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ രുദ്രൻ്റെ ആവശ്യം, അവൻ്റെ ആവശ്യം ജാനിമോളായിരുന്നു. ജാനകി മോളെ വിവാഹം ചെയ്ത നിയമപരമായി ആ സ്വത്തെല്ലാം രുദ്രനായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭദ്രൻ ഈ നാട്ടിൽ ഒരു കൊല ചെയ്യണത്. അതിന് ദൃക്സാക്ഷിയായി ഞാനും മൊഴി കൊടുത്തു. 4 വർഷത്തെ ജയിൽ ജീവിതം ഭദ്രന് വിധിച്ചു. അന്ന് രുദ്രൻ എന്നെ വെല്ലുവിളിച്ചു. അച്ഛന് വേണ്ടി പകരം വീട്ടാൻ വന്നതാ അവനിന്ന്. കുറച്ച് നാൾ ജയിലിലും മറ്റുമായിരുന്നു. എപ്പോഴാണ് ഇറങ്ങിയതെന്ന് അറിയില്ല. പക്ഷേ കേശവേട്ട, സത്യം നിങ്ങളുടെ ഭാഗത്തല്ലേ? പിന്നെ എന്താ പ്രതികരിക്കാത്തത്? ജീവന് കൊതിയുള്ളത് കൊണ്ടാ സുധാകര. താൻ എന്നോട് ചോദിച്ചില്ലേ എന്താ ആരും ഒന്നും തടയാത്തതെന്ന്? ഭയന്നിട്ടാടോ. ഇവിടെ ഓരോരുത്തർക്കും കുടുംബങ്ങളുണ്ട്. എനിക്കുണ്ട്. ഭാര്യയും വിവാഹപ്രായമെത്തിയ 2 പെൺകുട്ടികളും. എന്തും ചെയ്യാൻ മടിക്കില്ലാത്തവനാ രുദ്രൻ. പ്രതികരിച്ച കുടുംബം പോലും നശിപ്പിക്കാൻ മടിയില്ല അവറ്റകൾക്ക്. അയാൾ ആ കുട്ടി എന്തെങ്കിലും ചെയ്യൂ കേശവേട്ട? നിയമപരമായി കേസ് കൊടുത്താൽ നന്നല്ലേ? ആ കുട്ടിയുടെ സമ്മതം ഉണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റും. പക്ഷേ ജാനിമോള് സ്വന്തമായി ഒരു കേസ് കൊടുക്കില്ല. അതെന്താ? ആ വീടും പുരയിടും പിന്നെ ആ സ്വത്തുക്കളേക്കാൾ വിലമതിക്കുന്ന ഒന്നുണ്ട് ആ വീട്ടിൽ. അതെന്താ കേശവേട്ട? ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടനോ? അതെ സുധാകര, ഉണ്ണിക്കുട്ടൻ തന്നെയാ ജാനിമോളുടെ വിലമതിക്കാത്ത സ്വത്ത്. എല്ലാവരും കരുതണ പോലെ ഉണ്ണിക്കുട്ടൻ ബാലൻ്റെയും സാവിത്രിയുടെയും മകനല്ല. പിന്നെ? ഭദ്രന്റെ മകനാ. ഭദ്രന് സാവിത്രിയുടെ സഹോദരി ദേവകിയിലുണ്ടായ മകൻ. എന്താ കേശവേട്ട? ബാലന്റെയും സാവിത്രിയുടെയും മരണശേഷം മാത്രം ഭദ്രൻ എവിടേക്ക് വന്നതെന്ന എല്ലാവരുടെയും വിശ്വാസം. എന്നാൽ അതല്ല. അതിനു മുമ്പും ഭദ്രൻ ഇവിടെ വന്നിരുന്നു ബാലനെ കാണാൻ. സ്വത്തിൻ്റെ അവകാശം പറഞ്ഞു, പണത്തിന് വേണ്ടിയും, അങ്ങനെ പലതിനും. ഭദ്രൻ വരണ കാര്യം ബാലൻ എന്നോട് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പിന്നെ ഭദ്രൻ്റെ വരവ് കുറഞ്ഞു വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവകി ഗർഭിണിയാണെന്നറിയണത്. ദേവകി മാനസിക നില തെറ്റിയൊരു കുട്ടിയായിരുന്നു. പതിവില്ലാത്ത തളർച്ചയും അസ്വസ്ഥതയും ഉണ്ടായപ്പോഴാണ് ദേവകി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അറിഞ്ഞു ഗർഭിണിയാണെന്ന്. എത്ര ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല. കുഞ്ഞു കുട്ടികളുടെ പ്രകൃതമായിരുന്നു ദേവകിക്ക്. ആ സമയം വാശികൾ കൂടിക്കൂടി വന്നു. പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല ആരും. ദേവകിയുടെ അവസ്ഥ മനസ്സിലാക്കി
ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിരുന്നു തീരുമാനം. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത ആ കുഞ്ഞ് എന്തു പിഴച്ചു. ഒടുവിൽ ബാലൻ്റെ നിർബന്ധപ്രകാരം ദേവികയുടെയും കുഞ്ഞിൻ്റെയും സംരക്ഷണം ബാലൻ ഏറ്റെടുത്തു. അസ്വസ്ഥതകളും മറ്റും കൂടി വന്നു. മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവികി ഭദ്രൻ്റെ പേര് വെളിപ്പെടുത്തണത്. എല്ലാം അറിഞ്ഞ് സാവിത്രിയും ബാലനും എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടി. അങ്ങനെ ദേവകി ഉണ്ണിക്കുട്ടന് ജന്മം നൽകി. പ്രസവശേഷം ദേവകി മരിച്ചു. ഭദ്രനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ബാലൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഒന്നിനും ഒരു ഫലം ഉണ്ടായില്ല. ഒടുവിൽ ആർക്കും വിട്ടുകൊടുക്കാതെ ഉണ്ണിക്കുട്ടനെ അവർ വളർത്തി. സ്വന്തം മകനെ പോലെ അവർ സ്നേഹിച്ചു. പക്ഷേ ഉണ്ണിക്കുട്ടൻ അയാളുടെ മകനാണെന്ന് ഭദ്രൻ അറിയുമോ? ഒന്നും അറിയില്ല. പിന്നീട് ഒരിക്കലും ബാലൻ ഭദ്രനെ തേടി പോയിട്ടില്ല. അപ്പോഴേക്കും എല്ലാം മാറി മറിഞ്ഞു തുടങ്ങിയിരുന്നു. ജന്മനാ വൈകല്യമുള്ള ഉണ്ണിക്കുട്ടനെ ബാലനും സാവിത്രിയും ചികിത്സിച്ചു. ഇതാ കുട്ടിക്കറിയോ ജാനകിക്ക്? അറിയാം. ബാലൻ മരിക്കുന്നതിന് മുന്നേ എല്ലാം ജാനകി മോളോട് പറഞ്ഞിരുന്നു. ഉണ്ണിക്കുട്ടനെ ആർക്കും വിട്ടുകൊടുക്കരുതെന്ന ബാലൻ്റെ ആവശ്യം ആ കുട്ടി ഇപ്പോഴും പാലിക്കുന്നുണ്ട്. എല്ലാം ഒന്നും മാറി വരണതേ ഉള്ളായിരുന്നു. ദാ ഇപ്പോൾ വീണ്ടും. ഈശ്വരനെല്ലാം കാണുന്നുണ്ട് കേശവേട്ട. ആ കുട്ടികൾക്ക് ഈ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നൊരു നല്ല ദിവസം ഉണ്ടാവും. ആ, ഈശ്വരൻ കാക്കട്ടെ. ആ രാമ, ഞാനെങ്കിൽ പോവാ. സുധാകര. ശരി കേശവേട്ട. സുധാകര. എന്താ രാമേട്ട? കേശവേട്ടൻ ഈ പറഞ്ഞതൊന്നും താനല്ലാതെ മറ്റാരും അറിയരുത്. ഇല്ല രാമേട്ട, ആരും ഒന്നും അറിയില്ല. വേണു, സ്റ്റാഫ്സ് എല്ലാവരും പോയോ? അതെ സാർ, എല്ലാവരും പോയി. പിന്നെ അക്കൗണ്ട് സെക്ഷനിലെ കാവേരി പോയിട്ടില്ല. ശരി. കാവേരി, സാർ. തൻ്റെ വർക്ക് കഴിഞ്ഞില്ലേ? ബാക്കിയുള്ളവരൊക്കെ പോയല്ലോ. ഇല്ല സാർ, ഒരു ഫയൽ കൂടിയുണ്ട്. അത് റീചെക്ക് ചെയ്യാൻ വേണ്ടി മധു സാർ തന്നതാ. എന്താ, ഒരു റെഡ് ഫയലാണോ? അതെ. ഓ, അതിത്ര വേഗം ചെയ്യണമെന്നില്ല. അടുത്ത വീക്കിലേക്കുള്ളതാ. വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. താൻ സമയമെടുത്ത് പതിയെ ചെയ്താൽ മതി. ഓക്കെ സാർ. താൻ നേരെ വീട്ടിലേക്കാണോ അതോ വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ? അത് ഹരിയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ പോവായിരുന്നു. ഇതിപ്പോൾ ഒരുപാട് വൈകിയില്ലേ? ഏയ്, വൈകിട്ടൊന്നുമില്ല. ഹരി ഇല്ലാത്തത് കൊണ്ട് ബസ്സിൽ വരാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കാറിലാണ് വന്നേ. തനിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. അത് ഞാൻ ബസ്സിൽ. ബാങ്ക് മാനേജറെ വിളിച്ചാൽ വരാൻ പറ്റിയില്ലെങ്കിൽ മഹിയേട്ടൻ വിളിച്ചാൽ തനിക്ക് വരാൻ പറ്റില്ലേ? ഞാൻ പാർക്കിംഗ് ഏരിയയിലുണ്ടാവും. ജാനു തന്നെ വിളിച്ചിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. ചെക്കപ്പുകളൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞിരുന്നു. ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ട് ഓപ്പറേഷൻ നടത്താമെന്നാ പറയണേ. വേറെ എന്തെങ്കിലും കുഴപ്പം? ഏയ്, ഒരു കുഴപ്പമില്ല. നല്ല ഭേദമുണ്ടെന്നാ പറയണേ. അല്ല, തനിക്ക് ജാനിയായിട്ട് എങ്ങനെ പരിചയം? ഞങ്ങളിവിടെ ഉണ്ടായിരുന്നപ്പോഴൊന്നും തന്നെ കണ്ടിട്ടില്ല. അത് അച്ഛൻ ഇവിടെ ട്രാൻസ്ഫറായി വന്നതാ. വന്നിട്ടിപ്പോൾ ഒരു 10 വർഷമായിട്ടുണ്ടാവും. അന്ന് മുതലുള്ള കൂട്ടാ ജാനുവിൻ്റെ ഒപ്പം. ഓ, തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛൻ ഇവിടെ കൃഷി ഓഫീസിലായിരുന്നു. അന്നിവിടെ വരുമ്പോൾ എനിക്ക് 14 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ചേച്ചിക്ക് 16 വയസ്സും. ആഹാ, തനിക്ക് സിസ്റ്റർ ഉണ്ടോ? എന്നിട്ട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ആളിപ്പോൾ ഇവിടെ ഇല്ല. ചെന്നൈയിലൊരു കോളേജിൽ ലെക്ചറാ. ഓ, നാട്ടിൽ വരാറില്ലേ? ലീവ് കിട്ടുമ്പോഴൊക്കെ വരും. അല്ല, മഹേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ജാനു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ടെന്ന്. ആരൊക്കെയാണെന്ന് മാത്രം അറിയില്ല. ഞങ്ങളൊരു ജോയിൻറ്റ് ഫാമിലിയാണ് കാവേരി. അച്ഛൻ, അമ്മ, വല്യമ്മ, വല്യച്ഛൻ, ഹരി, ഞാൻ, മീനുട്ടി, അങ്ങനെ ഒരു വലിയ ഫാമിലി. വല്യച്ഛൻ ജഗന്നാഥ വർമ്മ, ഹരിയുടെ അച്ഛൻ.
വല്യമ്മ ഭാനുമതി ജഗന്നാഥ് വർമ്മ. വല്യച്ഛൻ ഇൻ്റർനാഷണൽ കമ്പനിയായ വർമാസ് ഗ്രൂപ്പിൻ്റെ MD ആണ്. പിന്നെ അച്ഛൻ വിശ്വനാഥ വർമ്മ, വർമാസ് ഗ്രൂപ്പിൻ്റെ ലീഗൽ അഡ്വൈസർ. പിന്നെ യമുന എൻ്റെ അമ്മ, ആള് എന്നെപ്പോലെ തന്നെ ബാങ്ക് മാനേജറാണ്. പിന്നെ വല്യമ്മ, വല്യമ്മയും തൻ്റെ ചേച്ചിയെപ്പോലെ ഒരു ലെക്ചറാണ്. പിന്നെ പിന്നെ മീനാക്ഷി എൻ്റെ സിസ്റ്ററാ. ഹരിയുടെ പെറ്റ മീനുട്ടിയുടെ എല്ലാ കാര്യത്തിലും ചുക്കാൻ പിടിക്കുന്നത് ഹരിയായിരിക്കും. എന്ത് വഴക്കുണ്ടാക്കിയാലും പ്രശ്നം ഉണ്ടാക്കിയാലും മീനുട്ടിയുടെ ഒപ്പം ഹരി ഉണ്ടാവും അവളെ സപ്പോർട്ട് ചെയ്യാൻ. ഞാനും മീനുട്ടി നല്ല വഴക്കാണ്, ഒരിക്കലും ചേരില്ല. മീനുട്ടി ഇപ്പോൾ ബാംഗ്ലൂരിൽ MBBS ചെയ്യുക. അവരെല്ലാവരും ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ തനിക്ക് എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്താം. എത്തിയോ? എന്താ മഹി ഇത്രയും വൈകിയേ? അത് മുത്തശ്ശി, പതിവിലും കുറച്ച് സമയം കൂടി ബാങ്കിൽ ഇരിക്കേണ്ടി വന്നു. ഇന്ന് ഹരി ഇല്ലായിരുന്നല്ലോ. എന്തുണ്ടായാലും ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ കുട്ടിയെ? ഇവിടെ എത്തണ വരെ ഒരു സമാധാനം ഇല്ല. എനിക്ക് പേടി എൻ്റെ കുട്ടി. ഓ എൻ്റെ മുത്തശ്ശി, എത്ര വൈകിയാലും ഇങ്ങ് തന്നെയല്ലേ വരണേ. പിന്നെ എന്തിനെൻ്റെ മുത്തശ്ശി ഇത്ര പേടിക്കണേ? ഇന്ന് മാത്രമല്ലേ ഉള്ളൂ, ഇനി മുതൽ നേരത്തെ ഇറങ്ങാട്ടോ. ഹാ, ബോളും ഉണ്ടായിരുന്നോ ഒപ്പം? ഓവ്. അത് മുത്തശ്ശി, കാവേരിയും ഇന്ന് ലേറ്റായിട്ട് ഇറങ്ങി. ഇവിടേക്ക് വരാൻ നിശ്ചയിച്ചതാ. പിന്നെ ഒരുപാട് വൈകിയത് കൊണ്ട് വീട്ടിലേക്ക് പോവാൻ നിൽക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങ് കൂട്ടി. ഓവോ, അതെന്തായാലും നന്നായി. കയറിയിരിക്കു കുട്ടി, ഞാൻ ചായ എടുക്കാൻ പറയാം. അയ്യോ, അതൊന്നും വേണ്ട മുത്തശ്ശി, ഞാൻ ഉടനെ തന്നെ പോവും. ഞാൻ ഹരിയെ കാണാൻ വന്നതാ. ഇന്ന് ഓഫീസിൽ ഹരി ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഹരിയെ പോയി കണ്ടോളൂ. പക്ഷെ ഒന്നും കഴിക്കാണ്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ല. ക്ഷീണിച്ചു വന്നതല്ലേ, എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോയാൽ മതി. മഹി, മോൻ പോയി കുളിച്ചിട്ട് വാ. ചായ എടുത്ത് വെക്കാട്ടോ. മുത്തശ്ശി, ഹരിയുടെ മുറിയിലുണ്ട്. ഈ നിമിഷം വരെ താഴേക്ക് വന്നിട്ടില്ല. മുറിയിൽ ഒറ്റയിരിപ്പ. ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും വന്നില്ല എൻ്റെ കുട്ടി. എന്തെങ്കിലും സംസാരിച്ചാൽ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത ഭാവ. അത് കാണുമ്പോൾ ഒരു വിഷമം തോന്നാം. അതുകൊണ്ട് ഞാനും അധികം സംസാരിക്കാൻ നിന്നില്ല. മഹി, മോനൊന്ന് പോയി വിളിക്കേ. പോവാം മുത്തശ്ശി. ആ, ഞാനെങ്കിൽ ചെല്ലട്ടെ. തോപ്പിൽ പണി കഴിഞ്ഞ ആള് കയറാറായി. ശരി മുത്തശ്ശി. മഹിയേട്ടാ. ആ, താൻ പോയി ഹരിയെ കണ്ടോളൂ. മുകളിലെ റൂമാ. ഞാൻ പോയിന്ന് ഫ്രഷ് ആയിട്ട് വരാം. മഹിയേട്ടാ, ഏട്ടന് വരണം എൻ്റെ ഒപ്പം. വേണ്ട കാവേരി, താൻ പോയി കണ്ടോളൂ. ഇല്ല, പറ്റില്ല. ഏട്ടന് വരണം എൻ്റെ ഒപ്പം. വരില്ല എന്ന് മാത്രം പറയരുത്. ഞാൻ വരാം. താൻ പോയിക്കോളൂ. ഹരി. ആ കാവേരി, താനെപ്പോൾ എത്തി? ഞാൻ ദേ ഇപ്പം എത്തിയുള്ളൂ. ഇന്ന് ബാങ്കിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് വൈകി. ഇവിടേക്ക് വരാൻ കരുതിയതാ, പക്ഷേ സമയം കിട്ടിയില്ല. അപ്പോഴാ മഹേട്ടൻ്റെ ഒപ്പം വന്നത്. കാവേരി, ഏട്ടൻ എവിടെ? താഴെയുണ്ട്. ഏട്ടൻ എന്തെങ്കിലും കഴിച്ചിരുന്നോ? ഇന്നൊന്നും കഴിച്ചിട്ടില്ല. പറയാൻ അർഹതയുണ്ടോയെന്നറിയില്ല. താൻ വേദനിക്കുന്നതിലപ്പുറം ആ മനസ്സ് വേദനിക്കുന്നുണ്ടാവില്ലേ? അതെ കാവേരി, എന്നേക്കാൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് ആ മനസ്സ്. ഞാൻ കാരണം ഏട്ടനും. ആ കാവേരി. എന്താ ഏട്ടാ?
താൻ ഇറങ്ങാറാകുമ്പോൾ പറയട്ടോ, ഞാൻ മുത്തശ്ശിക്കൊപ്പം തോപ്പിലുണ്ടാവും. ഏട്ടാ. എന്നോടൊന്നും പറയാനില്ല ഏട്ടന്? എന്നോടിങ്ങനെ മിണ്ടാതിരിക്കില്ല ഏട്ടാ, പ്ലീസ്. ഹരി, എന്നോട് ദേഷ്യമാണ് ഏട്ടന്. എന്നോട് ദേഷ്യം കാട്ടല്ലേ ഏട്ടാ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഹരി, സോറി ഏട്ടാ, ഞാൻ കാരണം എൻ്റെ ഏട്ടനും കൂടി. എന്തൊക്കെയാ ഹരി പറയണേ? ഈ ഏട്ടനൊരു ദേഷ്യവും ഇല്ല. എൻ്റെ ഹരിക്ക് എന്നെ അറിയില്ലേ? ഈ ഏട്ടന് ദേഷ്യപ്പെടാൻ പറ്റുമോ? ഏട്ടൻ തല്ലിയപ്പോൾ ഒരുപാട് വേദനിച്ചു ഇല്ലേ? ആദ്യമായിട്ട് എൻ്റെ ഹരിയെ ഞാൻ വേദനിച്ചു. പക്ഷെ ഇപ്പോൾ ഇല്ല. ഈ ഏട്ടന് കഴിയില്ലടാ നിന്നോട് മിണ്ടാണ്ടിരിക്കാൻ. നീ എനിക്കെൻ്റെ ജീവന് തുല്യല്ലേ. പക്ഷേ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ പഴി കേൾക്കേണ്ടത് ആ കുട്ടിയായിരിക്കില്ലേ? ഇനിയും സങ്കടത്തിലേക്ക് തള്ളിവിടാൻ പറ്റുമോ ആ കുട്ടിയെ? എനിക്കറിയാം ഏട്ടാ, ഏട്ടൻ ജാനിക്ക് വേണ്ടി അങ്ങനെയൊക്കെ. പക്ഷേ ഏട്ടാ, ഒരു നോക്കുകൊണ്ട് പോലും ഞാൻ ഇന്നേ വരെ തെറ്റ് ചെയ്തിട്ടില്ല. അറിയാം എൻ്റെ ഹരി ഒരു തെറ്റും ചെയ്യില്ല എന്ന്. പക്ഷേ ഇനിയും വൈകിപ്പിച്ചൂടാ. എല്ലാം ഉടനെ തന്നെ തുറന്ന് പറയണം ഹരി. അതെ ഹരി, ഇനിയൊന്നും വൈകിപ്പിക്കേണ്ട. മഹിയേട്ടൻ പറയുമ്പോഴാ ഞാനെല്ലാം അറിയുന്നത്. ഇനിയും താൻ വൈകിപ്പിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. അറിയില്ലേ, ഒരു രുദ്രനെ കുറിച്ച്. അയാൾ വന്നിട്ടുണ്ട്. ഇന്ന് അങ്ങാടിയിൽ വന്ന് പ്രശ്നമുണ്ടാക്കി. തനിക്ക് മാത്രമേ ജാനി അയാളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അയാൾ. ജാനിക്കൊന്നും സംഭവിക്കില്ല കാവേരി. ജാനി എൻ്റെയാ. ജാനിക്കൊന്നും സംഭവിക്കില്ല. എല്ലാത്തിനും ഒരു തീരുമാനം എടുക്കണം ഹരി. നിൻ്റെ ഒപ്പം ഞാനും ഉണ്ടാവും. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. സന്ധ്യയാവണ മുന്നേ വീട്ടിലെത്തണം. ആ കാവേരി, ഞാൻ തന്നെ കൊണ്ടാക്കാം. അയ്യോ വേണ്ടേട്ടാ, ഞാൻ പോയിക്കോളാം. ഇപ്പോൾ തന്നെ വൈകാറായി. പാതി വരെ ഞാനും വരാം.
അച്ഛാ. ആ, നീ വന്നോ? ഞാൻ അറിഞ്ഞു നീ എത്തിയത്. വന്ന ഉടനെ തന്നെ പ്രശ്നം ഉണ്ടാക്കിയല്ലേ? ഇവിടെ വന്ന് അധികം പ്രശ്നം ഉണ്ടാക്കണ്ട. അത് നിലനിൽപ്പിന് തന്നെ ആപത്താണ്. ഇല്ലച്ചാ, ഈ നാട്ടിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ആഗ്രഹിച്ചത് എന്താണോ അത് നേടിയെടുത്തിട്ടേ മടങ്ങും. നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അവൾക്കിപ്പോൾ പുതിയ സംരക്ഷകരായി. അതിൻ്റെ ധൈര്യത്തിലാണ് അവൾ ഇപ്പോഴും നമുക്ക് നേരെ ചീറുന്നത്. അവൾ ജീവിക്കട്ടെ അച്ഛാ. അധിക നാളൊന്നും അവൾ ആ ധൈര്യത്തിൽ നിലനിൽക്കില്ല. ഈ വരവിൻ്റെ തന്നെ ഉദ്ദേശം അവളാ, ജാനകി ബാലചന്ദ്രൻ. എൻ്റെ താലി അവളുടെ കഴുത്തിൽ മുറുകിയാൽ അന്നുകൊണ്ട് തീരും ജാനകി ബാലചന്ദ്രൻ്റെ ജീവിതം. പിന്നെ അവൾ എൻ്റെ കാൽ കീഴിലാണ്. നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ശരി അച്ഛാ. മുത്തശ്ശി, മുത്തശ്ശി. എന്താ മോനെ? കമലേച്ചി മുത്തശ്ശിയെ കണ്ടിരുന്നോ? എന്തിനാണ് ഉമ്മറത്തുണ്ടല്ലോ? എന്താ മോനെ? ഏയ് ഒന്നുമില്ല കമലേച്ചി. അല്ല മോനെ, ഹരിക്കുട്ടൻ എവിടെ? ആ കുട്ടി ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. ഇന്നലെ അത്താഴപ്പത്തിന് വരുന്നല്ലോ. ഹരി ഇപ്പോൾ വരും കമലേച്ചി. കമലേച്ചി അവനുള്ള ഭക്ഷണം എടുത്തു വെച്ചോളൂ. ശരി മോനെ. ആഹാ, മുത്തശ്ശി ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞാൻ ഇവിടെയൊക്കെ നോക്കിയെന്നറിയോ? എന്താ മോനെ? അതോ, എനിക്ക് മുത്തശ്ശിയോട് അത്യാവശ്യമായിട്ട് പ്രധാനമായിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. എന്താ അത്? അത് മുത്തശ്ശി, നമ്മുടെ ജാനിമോളില്ലേ, ആ കുട്ടിയെക്കുറിച്ച് മുത്തശ്ശിക്ക് എന്താ അഭിപ്രായം? അതെന്താ അങ്ങനൊരു ചോദ്യം? അതൊക്കെയുണ്ട്. മുത്തശ്ശി പറയൂ, എന്താ അഭിപ്രായം? അതിപ്പോ ഇവിടെ തെക്കേല് ഒരു മഹാദേവന്റെ ക്ഷേത്രമില്ലേ? ഉണ്ട്. ആ വലിയ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു കുഞ്ഞ ക്ഷേത്രമുണ്ട്. ഒരു ദേവീ ക്ഷേത്രം. ദേവിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. വിശേഷാൽ പൂജകൾ നടക്കുന്ന ഒരു ക്ഷേത്രം. അറിയാം, വല്യമ്മ പറഞ്ഞിട്ടുണ്ട്. ആ ദേവിയെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച ഉദ്ദേശിച്ച കാര്യത്തിന് ഫലം ഉണ്ടാവും. മാത്രമല്ല, എന്താ മുഖത്തൊരു ഐശ്വര്യം, സൗന്ദര്യത്തിൻ്റെ മറ്റൊരു പദ ആ ദേവി. ആ ദേവിയെ പോലെയാ ജാനിമോള്. ആ മുഖത്തെ ഐശ്വര്യവും നിഷ്കളങ്കതയും ഒക്കെ ആ ദേവിയുടെ പോലെയാ. ആ കുട്ടിയുടെ സ്വഭാവത്തിന് പോലും എന്താ ഒരു ചൈതന്യം. പക്ഷേ ആ ദേവിക്കൊന്ന് ദുഃഖമല്ലേ ഈശ്വരൻ കൊടുത്തിട്ടുള്ളത്? അല്ല, എന്താ ജാനിമോളെ പറ്റി ഇപ്പോൾ ഒരു ചോദ്യം? അത് മുത്തശ്ശി, ആ ദേവിയെ ഈശ്വരൻ്റെ പ്രതിഷ്ഠയാക്കി വിട്ടുകൊടുക്കാണ്ട് നമുക്ക് പൂജിച്ചൂടെ? എന്താ കുട്ടി ഈ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. മുത്തശ്ശി, ആ ദേവിയെ എൻ്റെ ഹരിക്ക് ഇഷ്ടമാണ് മുത്തശ്ശി. എന്താ മഹി പറയണേ? അതേ മുത്തശ്ശി, ഞാൻ പറയണ സത്യ. ജാനിമോളെ ഹരിക്ക് ഇഷ്ടമാണ്. സത്യമാണോ കുട്ടി പറയണേ? എനിക്കൊന്നും വിശ്വാസം വരണില്ല. അതേ മുത്തശ്ശി, സത്യമാണ്. ഇനി ഒരു വേദനയ്ക്കും വിട്ടുകൊടുക്കാണ്ട് നമുക്ക് സംരക്ഷിച്ചൂടെ? എനിക്ക് ജാനിയെന്നും എൻ്റെ മീനൂട്ടിയെ പോലെയാണ്. ഇങ്ങനെ വേദന സഹിക്കണത് ചിലപ്പോൾ കാണാൻ പോലും പറ്റില്ല. ജാനിമോളുടെ കാര്യമെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ചോദിക്കണേ. നമുക്ക് മറ്റാർക്കും വിട്ടുകൊടുക്കണ്ട മുത്തശ്ശി. ആ കുട്ടി ഒരു പാവമല്ലേ? എൻ്റെ ഹരിക്ക് കൊടുത്തൂടെ ആ പാവത്തിന്? എന്താ ഞാൻ പറയണ്ടേ? എനിക്കങ്ങനെ അഭിപ്രായങ്ങളൊന്നുമില്ല. എൻ്റെ കുട്ടികളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. നിങ്ങളെപ്പോലെ തന്നെയാണ് എനിക്ക് ജാനിമോളും. ഇന്നേ വരെ ആ കുട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് 100 വട്ടം സമ്മതം. പക്ഷേ മഹി, ജാനിമോൾ ഇതിന് സമ്മതിക്കുമോ? അറിയില്ല മുത്തശ്ശി, എന്തായിരിക്കും പ്രതികരണമെന്ന്. ആ കുട്ടിയുടെ എല്ലാം തുറന്നു പറയണം, എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. ഹരിയിപ്പം എന്താ പറയണേ? അവൻ ഹാപ്പിയാണ് മുത്തശ്ശി. എന്തായാലും മക്കൾ ഉടനെ വരും. അപ്പം ചെങ്ങനോടും വിഷനോടും കാര്യങ്ങൾ ചോദിക്കാം. അവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ആവട്ടെ മുത്തശ്ശി. അല്ല മഹിക്കുട്ട, ആഗ്രഹിച്ചതുപോലെ ഹരിക്കുട്ടനൊരു ജീവിതം ഉണ്ടായ അപ്പോൾ എൻ്റെ മഹിക്കുട്ടൻ എന്താ ചെയ്യുക? എൻ്റെ കുട്ടിക്കും വേണ്ടേ ഒരു ജീവിതമൊക്കെ? ഞാൻ ഈ തറവാട്ടിൽ തന്നെ ഉണ്ടാവും, എൻ്റെ മുത്തശ്ശിയുടെ ഒപ്പം. എന്തേ? ഇല്ല എൻ്റെ കുട്ടിയെ, ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല എനിക്ക്. അധിക ആയുസൊന്നും ഉണ്ടാവില്ല. മുത്തശ്ശിയുടെ കണ്ണടയും മുമ്പേ എൻ്റെ കുട്ടികൾക്കൊരു ജീവിതം എൻ്റെ സ്വപ്നം. എൻ്റെ കുട്ടിയെ, ഉടനെ ഒന്നും എൻ്റെ മുത്തശ്ശിക്കുട്ടി പോവില്ല.
ഞങ്ങൾക്കൊക്കെ ഒരു ജീവിതം ഉണ്ടായി ഞങ്ങളുടെ കുട്ടികളെയും കണ്ടിട്ട് എൻ്റെ മുത്തശ്ശി പോവുള്ളൂ കേട്ടോ. ഹാ, അങ്ങനെ പറഞ്ഞാൽ ഇപ്പം എന്താ ചെയ്യുക? ഈ കാണുന്ന സ്വത്തിനുള്ള ഏക അവകാശി അത് ദേവൻ കുഞ്ഞല്ലേ? അത് മാത്രം മുന്നിൽ കണ്ടിട്ടാ അവർ ഈ വിവാഹത്തിന് തന്നെ സമ്മതിച്ചത്. ഇതിപ്പോ പഠിക്കൽ വന്ന് കല ഒടിച്ചതുപോലെ ആയില്ലേ വേണു സാറേ? എനിക്കറിയില്ലടോ പിള്ളേ, അവനിപ്പോൾ വിവാഹത്തിന് താല്പര്യമില്ലാന്നാ പറയണേ. തനിക്കറിയാലോ, എനിക്ക് വയ്യ. പ്രായമായി വരിക. ആണായിട്ടും പെണ്ണായിട്ടും എനിക്കവൻ മാത്രമേ ഉള്ളൂ. ദേവൻ 5 വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ അമ്മ ദേവി മരിക്കണത്. അന്നു മുതൽ ഒരു വേദന അറിയിക്കേണ്ട ഞാൻ അവനെ വളർത്തിയത്. അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കെല്ലാം ഞാൻ കൂട്ടുനിന്നു. എന്തും തുറന്നു പറയാൻ പറ്റുന്നൊരു സുഹൃത്തായിട്ടാണ് എൻ്റെ ദേവനെ ഞാൻ വളർത്തിയത്. ഡോക്ടറാകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അതിന് ഞാൻ എതിര് നിന്നില്ല. ഇതിപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ അവൻ അനുസരിക്കാത്തത്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ്റെ അഭിപ്രായം പോലും ചോദിക്കേണ്ട ഞാൻ ഈ കല്യാണത്തിന് സമ്മതം പറഞ്ഞത്. തനിക്കറിയില്ലേ, അവൻ എന്നെ ഒറ്റയ്ക്ക് എവിടെയും വിടാറില്ല. ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്നെക്കുറിച്ചുള്ള പേടിയാ. എവിടെയും സ്ഥിരമായി നിൽക്കില്ല. ഞാനൊന്ന് വീണു പോവോ എന്നുള്ള പേടിയാ. അവൻ്റെ പകുതി ഭാരം കുറയ്ക്കാനാ ഞാൻ അവൻ്റെ വിവാഹത്തിന് സമ്മതം പറഞ്ഞത്. അതാകുമ്പോൾ അവനൊരു ജീവിതമാകും. എന്നെക്കുറിച്ചുള്ള ആദ്യം അവസാനിക്കുകയും ചെയ്യും. ഒക്കെ ശരിയാ മേനോൻ സാറേ, പക്ഷേ നല്ലൊരു ബന്ധമായിരുന്നു ഇത്. ഇതങ്ങ് പെട്ടെന്ന് വേണ്ടാന്ന് വെക്കാന്ന് പറഞ്ഞാ. പിള്ളച്ചേട്ടൻ അവരോട് വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വിളിച്ച് പറയാം. അയ്യോ, കുഞ്ഞിവിടെ ഉണ്ടായിരുന്നോ? അത് കുഞ്ഞെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. അവർക്ക് ഈ ബന്ധത്തോട് നല്ല താല്പര്യമുള്ള മട്ട. അവരത് പറയുകയും ചെയ്തു. പിന്നെ ഈ വീടും പരിസരവും അവർക്ക് നല്ലോണം ബോധിച്ചു. പിള്ളച്ചേട്ടാ. എന്താ കുഞ്ഞെ? ചേട്ടാ, എനിക്ക് വേണ്ടതൊരു ഭാര്യ, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ചുറ്റുപാടുകളെ സ്നേഹിക്കുന്നൊരു പെൺകുട്ടി. ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യ. അതല്ലാതെ പണവും പ്രശസ്തിയും ആഡംബരവും കൊണ്ട് ജീവിക്കുന്ന ഒരാളെ അല്ല എനിക്ക് വേണ്ടത്. ചേട്ടൻ കൊണ്ടുവന്ന ബന്ധമില്ലേ, അവർക്ക് വേണ്ടത് എന്നെയല്ല, ഈ തറവാടും സ്വത്തുക്കളുമാണ്. എനിക്കും എൻ്റെ അച്ഛനും ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ഈ സ്വത്തുക്കളും വീടും പറമ്പും ഒക്കെ നോക്കി നടത്താൻ ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്. അതിന് പുറത്തു നിന്നും മറ്റൊരാളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട. അവകാശം പറ്റാൻ ഒരു ഭാര്യ പോസ്റ്റ് അല്ല എനിക്ക് വേണ്ടത്. ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരാളെയാ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടൻ കൊണ്ടുപോവാ. എനിക്ക് 100 വട്ടം സമ്മതം. എന്തേ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അത് മേനോൻ സാറേ, മേമനത്ത് എനിക്കൊരു വിശേഷമുണ്ട്. ഞാനെനിക്ക് ചെല്ലട്ടെ, പിന്നെ കാണാം. ശരി പിള്ളേ. അച്ഛൻ്റെ മുഖത്തെന്താ, കടന്നലും മറ്റും കുത്തിയോ? ആടാ, കുത്തി, ഒരു വലിയ കടന്നൽ. ഓഹോ, എങ്കിൽ വെച്ചുകൊണ്ടിരിക്കണ്ട, ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യണം. വീട്ടിൽ തന്നെ ഒരു ഡോക്ടർ ഉണ്ടല്ലോ. ഒരു രോഗിയെ ചികിത്സിക്കേണ്ടത് ഒരു ഡോക്ടറിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ഇനി ചികിത്സിക്കാനൊന്നും ബാക്കിയില്ല. ഈശ്വരൻ വിളിക്കണ മുന്നേ നീ അങ്ങ് കൊന്നു തന്നാൽ മതി. അതാകുമ്പോൾ ഞാൻ ഈ വീട്ടിൽ തന്നെയാണെന്നോർത്ത് എൻ്റെ മോൻ ഈ ഓട്ടം നിർത്തുമല്ലോ. അതും ശരിയാ. എൻ്റെ പകുതി പ്രശ്നം അങ്ങ് മാറിക്കിട്ടും. ദേവാ, മതിയാക്ക് നിൻ്റെ കുട്ടിക്കളി. നീ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ അറിയാം അച്ഛാ, ഒരുപാട് വൈകുന്നുണ്ടെന്നറിയാം. പക്ഷേ വൈകി വരണതിനും ഒരു രസമല്ലേ അച്ഛാ? അച്ഛൻ പറയാറില്ലേ, ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അയാൾക്ക് ചേരുന്ന ഒരാൾ അയാളുടെ പാതി ഈശ്വരൻ ഭൂമിയിൽ ജനിപ്പിക്കുമെന്ന്. അതുപോലെ എനിക്ക് വേണ്ടി ഒരാൾ പിറവി കൊണ്ടിട്ടുണ്ടാവും അച്ഛാ. വൈകിയാലും അയാൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരും. ഈ കോൺവെർസേഷൻ നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നു. അച്ഛൻ വന്നേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. കഴിച്ചിട്ട് വേണം എനിക്ക് ജാനുമോളുടെ അടുത്ത് പോവാൻ. നീ മോളുടെ അടുത്ത് പോവാണോ? എങ്കിൽ ഞാനും വരുന്നത് നിൻ്റെ ഒപ്പം. ആരായി പറയണേ? ഇവിടുന്ന് ആ പടിപ്പുര വരെ 2 അടി വെച്ചാൽ മതി, ഉടനെ കാല് വേദനിക്കും. ആ ആളാണോ അത്രയും നടക്കണത്? അച്ഛൻ വരണ്ട, ഞാൻ ജാനി കൂട്ടി ഒരു ദിവസം വരാം. മാത്രമല്ല,
നിങ്ങൾ രണ്ടാളും ഒന്നിച്ചാൽ പിന്നെ ഞാൻ ഔട്ട്. എന്നെ ആർക്കും വേണ്ട അല്ലേ? ചിരിക്കണ്ട, വാ വാ. ഹരി, എവിടേക്കാ നീ? അത് ഏട്ടാ, ഞാൻ ഉണ്ണിക്കുട്ടനെ ഒന്ന് കാണാൻ വന്നതിൽ പിന്നെ കണ്ടിട്ടില്ലല്ലോ. ഉണ്ണിക്കുട്ടിൻ്റെ അടുത്തേക്കോ? ഈ പോക്കത്ര പന്തിയല്ലല്ലോ. ഏയ്, അങ്ങനൊന്നുമില്ല ഏട്ടാ. ഞാൻ ശരിക്കും ഉണ്ണിക്കുട്ടനെ കാണാൻ പോവാ. മതി മതി നിന്റെ അഭിനയം. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനും വരണുണ്ട്. കഴിഞ്ഞ വട്ടം നീ പോയപ്പോൾ കൂടി എനിക്കൊന്ന് വരാൻ പറ്റിയില്ലല്ലോ. ഇന്നെന്തായാലും ഞാനുണ്ട്. ഒരു 2 മിനിറ്റ്, ഞാനിപ്പോൾ റെഡി ആയിട്ട് വരാം. ശരി ഏട്ടാ. അല്ല, മുത്തശ്ശിയോട് പറഞ്ഞോ? എപ്പോഴേ? ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ബാക്കി അവിടെ ചെന്നിട്ട്. ഏട്ടാ. എന്തേ? ഒന്നുമില്ല. ഇത്രയും പ്രായമായി എന്നുള്ള ബോധമില്ല. എന്നിട്ട് കുഞ്ഞു കുട്ടികളുടെ അടുത്ത് വഴക്കിടാൻ പോയേക്കുന്നു. നല്ല അടിയാ തരേണ്ടത്. അത് ഞാനിത് തെറ്റാ ചെയ്തേ. ഞാൻ കഷ്ടപ്പെട്ട് മാവിൽ കയറി പൊട്ടിച്ച് മാങ്ങിയല്ലേ, അതെങ്ങനെയാ ഞാൻ അവർക്ക് കൊടുക്കുക? കള്ളി, നുണ പറയുന്നു. ആ ദേവേട്ട വീട്, എനിക്ക് വേദനിക്കുന്നുണ്ട്. സത്യം പറ കവി, അതിനാണോ നീ ആ കുട്ടികളായിട്ട് വഴക്കിട്ടത്? അല്ല. എങ്കിൽ പറ, എന്തിനായിരുന്നു? അത് ഞാൻ പഴുത്ത മാങ്ങയെല്ലാം മാവിൻ്റെ മുകളിൽ കയറി ഇരുന്നപ്പോഴേ കഴിച്ചു. ബാക്കി പുളിയുള്ള മാങ്ങ ഞാൻ അവർക്ക് കൊടുത്തു. അതാ. വെറുതെ അല്ല ഈ നാട്ടുകാരൻ നിന്നെ വഴക്കാളിന്ന് വിളിക്കണത്. ദേവേട്ട, വെറുതെ ചീത്ത പറയണ്ട കേട്ടോ. ഇന്നലെ കൂടി അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതേ ഉള്ളൂ. എന്തിന്? അത് ആ ചെക്കനില്ലേ, വസു, ആ ചെക്കൻ ഇന്നലെ എന്നെ കളിയാക്കി. അതിന് ഞാനും ആ ചെക്കനും തമ്മിൽ നല്ല അടി നടന്നു. അത് കണ്ടോണ്ടാ അച്ഛൻ വന്നത്. അങ്ങനെ നല്ലത് കിട്ടി. നന്നായി. നിനക്കല്ലേലും 2 അടിയുടെ കുറവുണ്ടായിരുന്നു. ദേവേട്ടാ. ഏട്ടാ, ഈ വഴി അല്ലാണ്ട് നമുക്ക് പോവാൻ വേറെ വഴിയില്ലേ? ഇവിടെ റെയിൽവേ മറ്റേ വരുമല്ലേ, അതാ ഈ വഴി മോശമായിട്ടിരിക്കണത്. ഏട്ടാ, അത് കാവേരിയല്ലേ? കാവേരി. കാവേരി. ഹരി. താനിതെവിടേക്കാ? വേറെ എവിടേക്ക് പോവാൻ? ഞാൻ ജാനുവിൻ്റെ അടുത്തേക്കാ. അല്ല, നിങ്ങൾ എവിടേക്കാണോ? അതെ. അല്ല, ഇതാരാ കാവേരി? മഹിയേട്ടാ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ദേവേട്ടൻ പാലാടിയില്ലേ. മനസ്സിലായി, മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവൻ അല്ലേ? ഹലോ, ഞാൻ ദക്ഷൻ. ഇവിടുത്തെ അറിയാം, ഇവിടുത്തെ സിറ്റി ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ദക്ഷൻ മേനോൻ അല്ലേ? അതെ. ഹലോ ദക്ഷൻ, ഞാൻ മഹി. അറിയാം, മഹേന്ദ്രൻ അല്ലേ? പിന്നെ ഇത് ശ്രീഹരി. കാവേരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മുമ്പൊക്കെ ജാനുമോളും പറയണ കേട്ടിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച്. പിന്നെ ഇന്ദിരമുത്തശ്ശിയും പറയാറുണ്ടായിരുന്നു. എല്ലാവരും പറയുമ്പോൾ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, ദാ വന്നിട്ട് ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. ഞാൻ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നാട്ടിലില്ലായിരുന്നു. അല്ല, ദേവന് കാവേരി എവിടെ നിന്ന് കിട്ടി? ഒന്നും പറയണ്ട ഹരി, അത് വലിയൊരു കഥയാണ്. അങ്ങ് പാടത്തിൻ്റെ കിഴക്ക് ഒരു തോപ്പുണ്ട്. ഞാൻ വരണ വഴിക്ക് കുഞ്ഞു കുട്ടികളായിട്ട് അടിയുണ്ടാക്കിയായിരുന്നു ദാ ഈ വഴക്കാളി. എന്താ? അതേ ഹരി, ഈ നാട്ടിലുള്ള കുട്ടികളുടെ ഒപ്പം കറക്കം. അവസാനം തെറ്റി പിരിഞ്ഞ് വഴക്കാകും. അങ്ങനെ നാട്ടുകാരിട്ട പേരാ വഴക്കാളിന്ന്. എന്തേ, സത്യമല്ലേ പറയണേ? ഞാൻ ചെന്നപ്പോൾ ഉണ്ടല്ലോ, ഒരു മാങ്ങയുടെ പേരിലായിരുന്നു പ്രശ്നം. പിന്നെ ഞാൻ ചെന്ന് ഇടപെട്ട് കൊണ്ടുവന്നതാ, അല്ലെങ്കിൽ കാണായിരുന്നു. ഇനി എന്നെ നോക്കി ദഹിപ്പിക്കണ്ട. ഇനി അവരുടെ മുന്നിൽ ചെന്ന് പെടാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. ഓ ശരി തമ്പുരാനെ. വിവാഹപ്രായമായി, എന്നിട്ടും ഒരു കൂസലും ഇല്ല.
എൻ്റെ ഈശ്വര, ഏത് ഭാഗ്യദോഷിക്കാണോ ഇതിന് സഹിക്കേണ്ടി വരണത്? ഇച്ചേ എന്തേ? ഇച്ചേ, ഞാൻ ഇന്ദിരമുത്തശ്ശിയുടെ അടുത്ത് പൊക്കോട്ടെ? വേണ്ട വേണ്ട, ഇപ്പൊ പോവണ്ട, മറ്റൊരു ദിവസം പോവാം. ഇച്ചേ, ഞാൻ പോയി വേഗം വരാം. അധികം നേരമൊന്നും നിൽക്കില്ല. ഏട്ടന്മാരെ കാണാനല്ലേ. ഞാൻ പോയിക്കോട്ടെ ഇച്ചേ. ഉണ്ണിക്കുട്ട, ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഭേദമായി വരണതേ ഉള്ളൂ. എവിടെയെങ്കിലും വീണാലോ? ഇല്ലിച്ചേ, ഞാൻ സൂക്ഷിച്ചോളാം. ഞാൻ പോയി വേഗം വരാം ഇച്ചേ. ശരി ശരി, ഓടാതെ പതിയെ പോവട്ടോ. ശരി ഇച്ചേ, ഞാൻ പോയി വേഗം വരാം. ഏട്ടാ, അല്ലിതാര്? ഉണ്ണിക്കുട്ടനോ? ഏട്ടന്മാരെവിടെ പോവാ? അതെന്ത് ചോദ്യാടോ? ഞങ്ങൾ തന്നെ കാണാൻ വരല്ലേ? ആണോ? അതേടോ, ഞങ്ങൾ തന്നെ കാണാൻ വരിക. അല്ല, എങ്ങനെയുണ്ടിപ്പോ? നല്ലോണം ഭേദായി. നല്ലോണം ഒന്നും ഭേദമായിട്ടില്ല. ഇങ്ങനെ ഓടി നടന്ന എങ്ങനെയാ ഭേദാവണേ? ഡോക്ടർ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞതല്ലേ? അയ്യോ ദേവേട്ടാ, എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പൊ തന്നെ ഇച്ചയോട് എന്ത് വട്ടം സമ്മതം ചോദിച്ചിട്ടാ വിട്ടേന്നറിയോ? ജാനെവിടെ ഉണ്ണിക്കുട്ട? ഇച്ച വീട്ടിലുണ്ട്. ഞാൻ ഏട്ടന്മാരെ കാണാൻ തറവാട്ടിലേക്ക് വരായിരുന്നു. ആഹാ, ഉവ്വോ. അതെ മഹിയേട്ടാ. ഇനി തറവാട് വരെ പോണ്ട, ഞങ്ങൾ തന്നെ കാണാൻ വന്നതാ. എങ്കി വായോ, ഞാൻ കൊറേ കാര്യം കാണിച്ചു തരാം. ഉണ്ണിക്കുട്ട, ഒന്നും തട്ടിയിടല്ലേ. എന്താച്ചാ വേണ്ടത്? ഞാൻ വന്ന് എടുത്തു തരാട്ടോ. ഉണ്ണിക്കുട്ട, ഉണ്ണിക്കുട്ട. രുദ്രൻ. അതെ, രുദ്രൻ തന്നെ. നീ എൻ്റെ പേര് മറന്നിട്ടില്ല അല്ലേ? അപ്പോ നീ എന്നെ മറന്നിട്ടുണ്ടാവില്ല അല്ലേടി ജാനകി? ഉണ്ണിക്കുട്ട, നീ ആരെയാ വിളിക്കുന്നേ? ആ ചെക്കനെയോ? അവൻ ഇതുവരെ ചത്തില്ലേ? നീ വെറുതെ വിളിക്കണ്ട. ആ ചെക്കനെ വിടില്ല. വിളിച്ചാൽ ഒട്ടും കേൾക്കുകയില്ല. അവനെന്നല്ല ആരും. നിനക്ക് പേടി തോന്നുന്നുണ്ടോ? എൻ്റെ അച്ഛനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ എവിടെ പോയിരുന്നു നിൻ്റെ ഈ പേടി? എന്തായാലും എൻ്റെ അച്ഛന് മാത്രമേ ഉള്ളൂ ഇവിടേക്ക് വരാൻ വിലക്ക്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. കാരണം നീ തന്നെയാണ് ജാനകി. വർഷങ്ങളായി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മോഹമാണ് നീ. പിന്നെ ഈ വീടും. ഇല്ല, തൻ്റെ ഒരു മോഹവും നടക്കില്ല. സമ്മതിക്കില്ല ഞാൻ. എന്ത് സംഭവിച്ചാലും ഈ വീട് നിങ്ങൾക്ക് കിട്ടില്ല. അതിനിപ്പോ നീ ചത്താലും ഞാൻ നേടിയെടുക്കും. വീട്, എന്റെ വീട്. ദാ ഇത് കണ്ടോ നീ? ഈ നിമിഷം മതി എനിക്ക് നിന്റെ കഴുത്തിൽ ഇത് കെട്ടാൻ. പിന്നെ നീ എൻ്റെയാ എല്ലാ അർത്ഥത്തിലും. പക്ഷെ ഭാര്യയായിട്ടല്ല, വെപ്പാട്ടിയായിട്ട്. നിന്റെ അമർഷവും വാശിയെല്ലാം എൻ്റെ കാൽ കീഴിൽ ഞെരിഞ്ഞമരുന്നത് എനിക്ക് കാണണം. എന്നെ കൊന്നാലും തൻ്റെ ആഗ്രഹം നടക്കില്ല. ഈ താലി താൻ കെട്ടനുണ്ടെങ്കിൽ അതെൻ്റെ ശവത്തിലായിരിക്കും. എന്നോട് കയർക്കാൻ വരുമ്പോൾ ഒന്നും കൂടി ചിന്തിക്കുന്നത് നല്ലതാ.
അറിയാലോ, ഞാനൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ എന്തും ചെയ്യുമെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ ഈ താലി നിന്റെ കഴുത്തിൽ മുറുകിയിരിക്കും. പറയണത് രുദ്രന. നിന്റെ ഈ ശൗര്യം ആരെ കണ്ടിട്ടാണെന്ന് എനിക്കറിയാം. വേണ്ട ജാനകി, എൻ്റെ മുമ്പിൽ നീ മത്സരിക്കരുത്. തോറ്റുപോകും നീ. രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. എല്ലാ കണക്കുകളും ഞാൻ തീർക്കണുണ്ട്. നീ എൻ്റെ ആയിക്കഴിഞ്ഞാൽ പലതും ഞാൻ നേടിയെടുക്കും. എൻ്റെ ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയും ഞാൻ തെരുവിലേക്ക്. അതിനു മുമ്പ് ആ ചെക്കനില്ലേ, അവനെ ഞാൻ ഇല്ലാതാക്കും. ആ നാശം. ഡി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ നിഴല് പോലും എൻ്റെ ഉണ്ണിക്കുട്ടനെ പതിക്കില്ല. സമ്മതിക്കില്ല ഞാൻ. അതിന് നിന്റെ സമ്മതം വേണ്ട ജാനി. ദാ ഇതിന് പോലും. ഹരി, ഹരി, മതിയടാ. ഇനി തല്ലി അവൻ ചത്തുപോകും. ഹരി, ഇവിടെ വെച്ചൊരു പ്രശ്നം വേണ്ട. ജാനു, കാവേരി, നിന്നെ കൊന്നിട്ട് കിട്ടണ പുണ്യമൊന്നും എനിക്ക് വേണ്ട. പക്ഷേ ഒരിക്കൽ കൂടി നീ എൻ്റെ മുമ്പിൽ വന്ന ഇനി മേലാൽ ഈ പടിക്കൽ നിന്റെ കാല് പതിഞ്ഞ തീർക്കും ഞാൻ. മനക്കലെ ജാനകി ബാലചന്ദ്രൻ എൻ്റെയാ, ഈ ശ്രീഹരിയുടേത്. അപ്പോൾ നീയാണല്ലേ ഇവളുടെ രക്ഷകൻ, ഇളമ്പടിയിലെ തമ്പുരാൻ. നിന്റെ ശൗര്യം കൊള്ളാം, പക്ഷേ ദുഃഖിക്കേണ്ടി വരും നിനക്ക്. നിനക്കറിയില്ല എന്നെ. അറിയാൻ രുദ്ര, നിന്നെക്കുറിച്ച് നല്ലതുപോലെ അറിയാം. വിഷമാണ് നീ, കൊടിയ വിഷം. അതിനെ ശമിപ്പിക്കും ഞാൻ. ഒളിഞ്ഞും തെളിഞ്ഞും പലപ്പോഴും ഞാൻ കേട്ടു നിന്നെക്കുറിച്ച്. ആ പേര് പറയുമ്പോൾ ഈ നാട്ടിലുള്ളവരുടെ കണ്ണിൽ ഭയമാണ്. അതെ, ആ ഭയമാണ് ഞാൻ. അസുരനാണ് ഞാൻ. സർവ്വതും മുച്ചോട് ദഹിപ്പിക്കാൻ കഴിയുന്ന അസുരൻ. ദേവനെ പോലും. അസുരൻ ഒരിക്കലും ദേവനെ തോൽപ്പിക്കാൻ കഴിയില്ല രുദ്ര. വേണ്ട, വലിയ ശൗര്യം നീ കാണിക്കണ്ട. ഇനി ഇവിടെ നിന്നാ ഇതുപോലെ ആയിരിക്കില്ല നീ തിരിച്ചു പോണത്. വേണ്ട ദേവ, നീ എന്ത് കണ്ടിട്ടാണ് ഇവൾക്ക് വേണ്ടി വാദിക്കുന്നതെന്ന് എനിക്കറിയാം. എല്ലാവരെയും പോലെ ഇവള് നിന്നെയും വശീകരിച്ചോ?
ഇനിയൊരക്ഷരം നിന്റെ വൃത്തികെട്ട നാവിന്ന് വന്നാ കേട്ട് നിൽക്കില്ല ഞാൻ. ഇറങ്ങിപ്പോടാ. ജാനി, അയ്യോ, കയ്യിൽ മുറിവുണ്ടല്ലോ. അയ്യോ ജാനു, അത് അത് കുഴപ്പമില്ല. എവിടെയോ എവിടെയോ തട്ടിയതാ. കുഴപ്പമില്ലെന്നോ? ദാ നോക്ക് മോളെ, നല്ല മുറിവുണ്ട്, പോരാത്തതിന് നല്ല ബ്ലീഡിങ്ങും. കവി, അകത്തെന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് ഉണ്ടാവും, എടുത്തിട്ട് വാ. ആ ശരി ദേവേട്ടാ. ഏയ് ഒന്നുമില്ല ഉണ്ണിക്കുട്ട, ഇതൊരു ചെറിയ മുറിവാട്ടോ. വേദനിക്കുന്നുണ്ട് വെച്ചേ. ഞാൻ പോയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. ഞാനുണ്ടായിരുന്നെങ്കിൽ അയാളെ ഉപദ്രവിക്കില്ലായിരുന്നു. അല്ല കുട്ട, അങ്ങനെയൊന്നുമില്ല. ദേവാ, ഹോസ്പിറ്റലിലും മറ്റും പോകണോ? ഏയ് വേണ്ടടോ, ഇപ്പം നല്ല ബ്ലീഡിംഗ് ഉണ്ട്. ഇനി ബ്ലീഡിങ് നിന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മറ്റും പോകാം. ഏട്ടാ ദാ. ആ വേദനിക്കുന്നുണ്ടോ മോളെ? ഇപ്പം ഇത്തിരി നീറ്റലുണ്ടാവും, പിന്നെ ഇത് മാറിക്കോളും. ഹരി, എന്താടാ, നീ എന്താ മാറി നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല. സത്യം പറയാലോ, ആ രുദ്രന് കൊടുത്ത പകുതി അടിയെങ്കിലും നിനക്ക് ഞാൻ തരേണ്ടതാ.